കഴിഞ്ഞ 3 ദിവസമായി അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതിന്റെ ക്ഷീണം തീർക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തവണ ഈ അനുവദിക്കാനാവില്ല, സബ്സിഡീസ് ആണ് എന്നറിഞ്ഞ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത്. ഇന്നിരിക്കേണ്ടി വന്നാലോ എന്ന് ഭയന്നിട്ടാണ് സർ ഇത് വളരെ വ്യക്തമാണ്. കേരള നിയമസഭയുടെ ചട്ടത്തിലുണ്ട്, പാർലമെന്റിന്റെ ചട്ടത്തിലുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും നിയമനിർമ്മാണ സഭകൾ പൊതുവിൽ പാലിച്ചു പോരുന്ന ഒരു കാര്യമാണ് സബ്സിഡീസായി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത്. സെപ്റ്റംബർ 17-ാം തീയതിയിലെ ഉത്തരവിൽ 3 ആഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. എന്നിട്ടും ഇത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യട്ടെ, മിനിസ്റ്റർ പറഞ്ഞോട്ടെ, നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യേണ്ട കാര്യം മിനിസ്റ്റർ പറയട്ടെ. യെസ്. എന്നിട്ടും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം അനുവദിക്കില്ല ചെയർ എന്ന് അറിഞ്ഞിട്ടും കൊണ്ടുവന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതിക്കറിവും മൂലമാണ്. സർ, ഇവരാദ്യം RSSുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം തടയും എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് അവർ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി നടത്താമെന്ന് പറഞ്ഞു. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതി കയ്യോടെ തന്നെ ഹർജി തള്ളി. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോ സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതെ, സാധാരണ നമ്മൾ പറയും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയും. ഇവിടെ കോടതിയിൽ തോറ്റതിന് ചെയറിനോടും സഭയോടുമാണ് ഇപ്പൊ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, അനുവദിക്കാനാവില്ല എന്നുള്ളത് അത്തരമൊരു ചട്ടങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ കീഴ്വഴക്കത്തിന് മുകളിലാണ് ചട്ടം.